കാത്തിരിപ്പിന് അറുതി വരുത്തി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ KAS വിജ്ഞാപനം PSC പ്രസിദ്ധീകരിച്ചു. KAS നിലവിൽ വന്ന ശേഷമുള്ള രണ്ടാമത് വിജ്ഞാപനമാണിത്. ആദ്യ വിജ്ഞാപനം വന്ന് 6-ാം വർഷമാണ് KASൻ്റെ രണ്ടാം വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത്. പ്രാഥമിക പരീക്ഷ ജൂൺ 14-നാണ്. അത് വിജയിക്കുന്നവർക്കുള്ള മുഖ്യ പരീക്ഷ ഒക്ടോബർ 17-18 തീയതികളിൽ നടത്തും. 2026 ജനുവരിയിൽ അഭിമുഖം നടത്തി ഫെബ്രുവരി 16-ന് പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും. പരീക്ഷാക്രമം ഉൾപ്പെടെ വിശദമായ വിജ്ഞാപനമാണ് PSC വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. KAS ആദ്യ തിരഞ്ഞെടുപ്പിന് തയ്യാറാക്കിയ പാഠ്യപദ്ധതിയാണ് പ്രാഥമിക അന്തിമ പരീക്ഷകൾക്ക് ഇത്തവണയും സ്വീകരിച്ചിരിക്കുന്നത്. 2019 നവംബർ 1-ന് കേരളപ്പിറവി ദിനത്തിലായിരുന്നു ആദ്യ വിജ്ഞാപനം. 2 വർഷത്തിലൊരിക്കൽ പരീക്ഷ നടത്തി KASലേക്ക് നിയമനം നടത്തണമെന്നാണ് വിശേഷാൽ ചട്ടത്തിലെ വ്യവസ്ഥ. ഒഴിവുകൾ കണ്ടെത്താനാകാത്തതിനാലാണ് വിജ്ഞാപനം നീണ്ടുപോയത്. നിലവിൽ KASൽ ജോലി ചെയ്യുന്നവരെ ഡെപ്യൂട്ടേഷൻ റിസർവിലേക്ക് മാറ്റി 31 ഒഴിവുകളിലേക്കായിരിക്കും പുതിയ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നടത്തുക. അതനുസരിച്ച് 1-ാം കാറ്റഗറിയിൽ 11 പേർക്കും മറ്റ് 2 കാറ്റഗറികളിൽ നിന്ന് 10 പേർക്കും വീതവും നിയമനം ലഭിക്കും. 2027 ഫെബ്രുവരി 15 വരെ KASൽ ഉണ്ടാകാനിടയുള്ള ഒഴിവുകളിലേക്കും പുതിയ റാങ്ക് പട്ടികയിൽ നിന്നായിരിക്കും നിയമനം. പ്രാഥമിക പരീക്ഷ ഒറ്റഘട്ടമായി 100 മാർക്ക് വീതമുള്ള 2 പേപ്പറുകളിലായി നടത്തും. ജൂൺ 14-ന് രാവിലെയും ഉച്ചക്കുമായിട്ടാണ് ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. മുഖ്യ പരീക്ഷ ഡിസ്ക്രിപ്റ്റീവ് രീതിയിലാണ്. ഇതിന് 100 മാർക്ക് വീതമുള്ള 3 പേപ്പറുകൾ ഉണ്ടാകും. മുഖ്യ പരീക്ഷയ്ക്ക് നിശ്ചിത മാർക്ക് വാങ്ങി വിജയിക്കുന്നവരെ അഭിമുഖത്തിന് ക്ഷണിക്കും. അഭിമുഖം 50 മാർക്കിനാണ്. മുഖ്യ പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും മാർക്ക് കണക്കാക്കിയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. മുഖ്യ പരീക്ഷയ്ക്കുള്ള അർഹത നിർണ്ണയിക്കാൻ മാത്രമേ പ്രാഥമിക പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കുകയുള്ളൂ. പ്രാഥമിക പരീക്ഷയിലും മുഖ്യ പരീക്ഷയിലും ഇംഗ്ലീഷ് ചോദ്യത്തോടൊപ്പം മലയാള പരിഭാഷയും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴ് കന്നഡ പരിഭാഷയും ലഭ്യമാക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡയിലോ ഉത്തരം എഴുതാം. ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക.